എൻ്റെ പേര് റീജ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 സെപ്റ്റംബർ 26 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, ഉടമ്പടി എടുക്കുന്നതും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 42 വർഷമായി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയില്ല. വലിയ കുന്നിൻ്റെ മുകളിലാണ്. കാടും മലയും മറ്റുള്ളവരുടെ വീടൊക്കെ ചവിട്ടിക്കയറിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കശുമാവിൻ തോട്ടമാണ്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അവർക്കൊന്നും വഴീൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ തരാറില്ലായിരുന്നു. ആരും ഭയങ്കര എതിർപ്പായിരുന്നു എല്ലാവരും. അങ്ങനെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ട് സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കിവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ദിവസം എൻ്റെ മകൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാ, നമുക്ക് അവരോട് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ അനുവാദം കിട്ടും, നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഏതായാലും വഴി ഉണ്ടാക്കിക്കോ. അത് നമ്മളൊരു ഓട്ടോ പോകേണ്ട വഴിയാണ് ചോദിച്ചത് അവരോട്. അവർ പറഞ്ഞു അതെടുക്കണ്ട, 4 മീറ്റർ വീതിയുള്ള വലിയ വഴി തന്നെ നിങ്ങൾക്ക് വെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 42 വർഷം കിട്ടാത്ത വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഭവത്തിൽ 4 മീറ്റർ വീതിയുള്ള വലിയൊരു റോഡ് തന്നെ എനിക്ക് കിട്ടി. ഇപ്പം വീടിൻ്റെ മുറ്റം വരെ വണ്ടി വരും. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് 1 വർഷമായിട്ട് എൻ്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ ഒരു പഴുപ്പ് പോലെ, 2 മൂക്കിനും നല്ല പഴുപ്പ് പോലെ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ തൈലം ഉപയോഗിച്ച് എന്നും പുരട്ടുമായിരുന്നു. തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ 2 മൂക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം പോയി പൂർണ്ണമായിട്ട് പഴുപ്പും മാറി, വേദനയും മാറി. രണ്ടാമത് ഞാൻ സാക്ഷ്യം കൊടുക്കാൻ വന്നപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ ഒരാൾക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അത് കാരണം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ വീട്ടിൽ പത്രം കൊടുക്കാനും അവരോട് കാര്യം പറയാമെന്ന് വെച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ പൈസ ഇനി മോള് തരണ്ട, തൽക്കാലം നീ അത് മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതും എൻ്റെ കയ്യിൽ നിന്ന് മാതാവ് ഒഴിവാക്കി തന്നു. പിന്നീട് എനിക്ക് ഒരു 5-6 വർഷമായിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് ഇഞ്ചക്ഷൻ മുഴുവൻ കയ്യിലാണ് വെച്ചത്. എനിക്ക് നട്ടലിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റാത്തത് കാരണം അങ്ങനെ എനിക്ക് കൈ കൊണ്ടൊരു പണിയെടുക്കാനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എല്ലാ ദിവസവും ഞാൻ തൈലം പുരട്ടിയാണ് ഞാൻ കിടക്കുന്നത്. ഒരു ദിവസം ഞാൻ തൈലം പുരട്ടി കിടന്നപ്പോൾ അന്ന് കിടക്കാൻ നേരത്തെ അച്ഛൻ്റെ രോഗസൗഖ്യം ശാന്തി പ്രാർത്ഥന കേട്ട് തൈലം പുരട്ടിയാണ് ഞാൻ കിടന്നത്. ഒരു രാത്രി ഒരു 2:30-3 മണി സമയത്ത് പെട്ടെന്ന് ഉറക്കത്തെ എൻ്റെ കയ്യിലാരോ ഞെക്കി പിടിച്ച് ഞാൻ കാറിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന്. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെ രാവിലത്തേക്ക് എൻ്റെ കയ്യിൽ നല്ലപോലെ മുറുക്കി പിടിച്ച് എനിക്ക് നന്നായി വേദനിച്ചു. പക്ഷെ പിന്നീട് ആ വേദന ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കൈ കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ മാതാവ് എന്നെ അവിടെ സൗഖ്യപ്പെടുത്തി. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോവും, രോഗികളെ കാണും, പിന്നെ പത്രം കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കും. പിന്നെ അത്യാവശ്യം ഇച്ചിരി തുണിയൊക്കെ അനാഥമന്ദിരത്തിലൊക്കെ പോയി അവിടേക്ക് തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പുതിയത് തന്നെ. പിന്നെ അത്യാവശ്യം സഹായം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ എന്നെക്കൊണ്ട് എനിക്ക് കിട്ടുന്നതിലൊരു പങ്ക് ഞാൻ അവർക്ക് കൊടുക്കും. യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കും, സാക്ഷ്യം കേൾക്കും, മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഷെയർ ചെയ്യും. ഒത്തിരിയൊന്നും എനിക്കറിയില്ല, അറിയുന്ന പോലെ കുറച്ച്. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് അധികമൊന്നും അറിയില്ല, കുറച്ചൊക്കെ എങ്ങനെയൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ മാതാവ് എനിക്ക് ചെയ്തു തന്ന് ഒരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഈശോ നമ്മളോട് വിശ്വസിക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. വലിയ പാറക്കല്ല് പോലെയുള്ള വിശ്വാസത്തേക്കാൾ അപേക്ഷിച്ച് ഈശോ പറയുന്നത് ഒരു കടുകുമണിയോളം, വിത്തുകളിൽ ഏറ്റവും ചെറിയ ഒരു വിത്താണ്, ഒരു ധാന്യമാണ് കടുകുമണി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ടെന്നാണ് ഈശോ നമ്മെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സഹോദരി റീജയുടെ സാക്ഷ്യം വളരെ ശക്തമാണ്. തനിക്ക് 42 വർഷമായിട്ട് വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു. പലരുടെയും പറമ്പിലൂടെയൊക്കെ കടന്ന് വളരെ വിഷമിച്ചാണ്, മല ചാടിയൊക്കെയാണ് താൻ വീട്ടിലെത്തിയിരുന്നത്. തൻ്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു.
താനും മക്കളും വളരെ വിഷമിച്ചാണ് ജീവിച്ചിരുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. 42 വർഷമായി കണ്ടിന്യൂസ് ആയി ഒരു വീട്ടിലേക്കുള്ള വഴിയില്ലാതെ കാട്ടിലൂടെയൊക്കെ നടന്ന വ്യക്തി ഉടമ്പടിയെടുത്ത് 90 ദിവസത്തിന് മുൻപ് തന്നെ ആ വീട്ടുകാർ, അവിടെയുള്ള അടുത്തുള്ളവർ അവർക്ക് വഴി നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഉടമ്പടിയിലൂടെ വിശ്വസ്തരായി നാം ഏത് ആവശ്യം പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്താലും ഈശോ വെള്ളം വീഞ്ഞാക്കിയതുപോലെ ആ കാനായിലെ വിവാഹം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 42 വർഷം നടക്കാതിരുന്നൊരു കാര്യം വളരെ ചുരുങ്ങിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരികയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് മൂക്കിൽ ഉണ്ടായിരുന്നൊരു പഴുപ്പ് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. പുതുക്കാൻ വന്നു കഴിഞ്ഞ് വളരെ ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്കത് വളരെ സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെയധികം വിഷപ്പിച്ചിരുന്ന ഒരവസ്ഥയിലാണ് താനെപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം താനെപ്പോഴും വളരെ നന്നായി ആക്ടിവേറ്റ് ചെയ്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സഹോദരിയുടെ കൈവേദനയും ഓപ്പറേഷൻ മൂലമുണ്ടായ ഒരു കൈയുടെ വേദന വളരെ സൗഖ്യപ്പെട്ടു. അതെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ ശക്തമായ ഉപയോഗത്താലും തൻ്റെ ഉടമ്പടി നിബന്ധനകളുടെ കൃത്യമായ വിശ്വസ്തയോടുകൂടിയുള്ള പരിപാലനയുമായിരുന്നു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വലിയ ഒരു അത്ഭുതം ഈ സഹോദരിക്ക് സംഭവിച്ചത് 8 വർഷത്തോളമായി 1.25 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കാനുണ്ടായിരുന്നു, കടമായിട്ടുണ്ടായിരുന്നു. സ്നേഹത്തോടുകൂടി ഈശോയെക്കുറിച്ച് സംസാരിച്ച് കൃപാസനം പത്രത്തിലെ അത്ഭുതങ്ങളെയും ഈശോയെയും അമ്മയെയും കുറിച്ച് സംസാരിക്കാനും എനിക്ക് കുറച്ചുകൂടി ഒരു സാവകാശം തരണം, ഞാൻ പിന്നീട് അടച്ചു വീട്ടിക്കോളാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം സഹോദരിയോട് പറയുന്നത്, ആ പൈസയെക്കുറിച്ച് മറന്നു കളയൂ, ആ പൈസ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട. ഒരു കടം എഴുതി തള്ളുന്ന ഒരു വലിയ അത്ഭുതമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ സഹോദരിക്ക് ലഭിച്ചത്. കടമുള്ളവർക്കെല്ലാം എഴുതി തള്ളുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഈ സാക്ഷ്യ ശുശ്രൂഷയിൽ കേൾക്കുന്നുണ്ട്. ഈ അൾത്താരയിൽ വന്ന് ഒരുപാട് ജപ്തിയുടെയും കടത്തിൻ്റെയും ലോണിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നാം ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഇതിനൊന്നും വലിയ സമയം ആവശ്യമില്ല. നമുക്കൊന്നു മാത്രമാണ് ആവശ്യമുള്ളത്, ഈശോയോടുള്ള വിശ്വസ്തത മാത്രമാണ്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാനും ഈശോയുമായുള്ള ആ ഉടമ്പടിയിലെ വിശ്വസ്തത എന്തുമാത്രം ആഴമുള്ളതാണോ അത്രമാത്രം സ്നേഹത്തോടെ ആയിരിക്കും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. മധ്യസ്ഥതയിലൂടെ നമുക്ക് നൽകുന്നത് ഒരിക്കലും കൊച്ചു കാര്യങ്ങളല്ല. ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്ന പോലെ നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും വലിയ നിയോഗങ്ങൾ സാധിക്കുകയില്ല, സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വലിയ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ അൾത്താരയിലേക്ക് കയറി വരാൻ വേണ്ടി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടി നമുക്ക് സാധ്യമാക്കി തരുന്നത്. റീജയുടെ മനോഹരമായ ഈ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.